ഹലോ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളും കളിത്തോഴരും എന്ന റഷ്യൻ ബാലസാഹിത്യത്തിലെ ധ്യാൻകയും തോംചിക്കും എന്ന കഥയാണ്. കഥയുടെ 3-ാം ഭാഗം. ഒരിക്കൽ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ കുറെ പ്ലം പഴങ്ങൾ പറിക്കാൻ ഞാൻ നിശ്ചയിച്ചു. കൈയെത്തി പറിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു മരത്തിൽ കയറി കൊമ്പുകൾ കുലുക്കി. പ്ലം പഴങ്ങൾ തുരുതുര താഴെ വീണു. ഞാൻ കുറേ അധികം പഴങ്ങൾ കുലുക്കിയിട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരെണ്ണം പോലും നിലത്തുണ്ടായിരുന്നില്ല. ഇതെന്തൊരു മറിമായം, ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെയും മരത്തിൽ കയറി കൊമ്പുകൾ കുലുക്കി. ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ അതാ ധ്യാൻകയും തോംചിക്കും പ്ലം പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് പഴങ്ങൾ ഇഷ്ടമാണെന്നും ഏറ്റവും സ്വാദുള്ളത് ഏതാണ് എന്ന് തിരിച്ചറിയാമെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും നന്നായി പഴുത്ത പഴങ്ങളാണ് അവർ എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത്. പിന്നീട് ഞാൻ പ്ലമ്മിൻ്റെയും ആപ്രിക്കോട്ടിൻ്റെയും ആപ്പിളിൻ്റെയും ഒക്കെ കൊമ്പുകൾ കുലുക്കി അവർക്ക് പഴങ്ങൾ കൊടുക്കുക പതിവായി. തോട്ടത്തിന്റെ ഓരോ മുക്കും മൂലയും അവർക്ക് സുപരിചിതമായിരുന്നു. എന്നാൽ അവർ ദുർലഭമായ വീട്ടിൽ കടക്കാറുണ്ടായിരുന്നുള്ളൂ. ആളുകളുടെ സാമീപ്യം അവർക്കിഷ്ടമല്ലായിരുന്നു. അവർ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഒരേ ഒരു മനുഷ്യജീവി ഞാൻ മാത്രമായിരുന്നു. എന്നെ കണ്ടാൽ ഓടിയെത്തി അവർ എന്നെ മുട്ടി ഉരുമി നിൽക്കും. ചാടി മുൻകാലുകൾ എൻ്റെ തോളിൽ വയ്ക്കും. എൻ്റെ മുഖത്തും കൈകളിലും നക്കും. ചെന്നായ്ക്കുട്ടികൾക്ക് മറ്റുള്ളവരുടെ ശബ്ദത്തിൽ നിന്ന് എൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും എന്ന് ഞാൻ ഒരിക്കൽ വീമ്പടിച്ചു. എല്ലാവരും എന്നെ കളിയാക്കി. അത് വെറും നുണ, അവർക്ക് നിന്റെ ഒച്ചയൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. തീറ്റ തിന്നാൻ വേണ്ടി മാത്രമാണ് അവർ നിന്റെ അടുത്ത് വരുന്നത്. നല്ല വിശപ്പുള്ളപ്പോൾ ആര് തീറ്റ കൊടുത്താലും അവർ കഴിക്കും. ഇല്ല, തിന്നുകയില്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് പരീക്ഷിച്ചു നോക്കാം. പരീക്ഷണം കാണാൻ അടുത്ത വീട്ടിലെ അടക്കം 8 കുട്ടികൾ കാത്തുനിന്നു. മുതിർന്നവർ പോലും താല്പര്യം കാണിച്ചു. എല്ലാവരും തോട്ടത്തിന്റെ വാതിൽക്കലെത്തി. പാത്രം എൻ്റെ കയ്യിൽ തരൂ, എൻ്റെ മൂത്ത സഹോദരി പറഞ്ഞു. അവൾ ഭക്ഷണം നിറച്ച പാത്രവും എടുത്തുകൊണ്ട് തോട്ടത്തിൽ കയറി ചെന്നായ്ക്കുട്ടികളെ വിളിച്ചു. എത്ര വിളിച്ചിട്ടും അവർ വന്നില്ല. അവൾ ഇളിഭ്യയായി തിരിച്ചു വന്നു. പിന്നെ 2 കുട്ടികൾ കൂടി പരീക്ഷിച്ചു നോക്കി. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീറ്റപാത്രം കയ്യിലെടുക്കാതെ തന്നെ വിളിച്ചാലും അവർ വരും. വാസ്തവത്തിൽ എനിക്ക് അക്കാര്യത്തിൽ അത്ര തീർച്ചയുണ്ടായിരുന്നില്ല. അവർ വന്നില്ലെങ്കിലോ? ധ്യാൻക, തോംചിക്, ഞാൻ വിളിച്ചു. എൻ്റെ ഹൃദയം പടപടാ മിടിച്ചുകൊണ്ടിരുന്നു. അവർ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് എല്ലാവരും കണ്ടു. അവർ ഞാൻ വിളിക്കുന്നതും കാത്ത് നോക്കി നിൽക്കുകയായിരുന്നു. അത്ര പെട്ടെന്നാണ് അവർ ഓടിയെത്തിയത്. കണ്ടോ, അവർക്ക് എൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് സന്തോഷമായി. വേനൽക്കാലം അവസാനിക്കാറായി. ചെന്നായ്ക്കുട്ടികൾ കുറെ അധികം വളർന്നു കഴിഞ്ഞിരുന്നു. പട്ടികൾ ഇപ്പോൾ അവരോട് ആദരപൂർവ്വമാണ് പെരുമാറുന്നത്. ധ്യാൻകയും തോംചിക്കും തീരെ ചെറുതായിരുന്നപ്പോൾ പട്ടികൾ അവരെ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സംഗതി ആകെ മാറി. പട്ടികൾ പതിവായി ചെന്നായ്ക്കുട്ടികളെ സന്ദർശിക്കാൻ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം പട്ടികൾ തോട്ടത്തിലേക്ക് ഓടിയെത്തി. അവ മരങ്ങളുടെ ചുറ്റും ഓടുകയും കുരയ്ക്കുകയും ആഹ്ലാദഭരിതരായി മുരളുകയും കുത്തിമറിയുകയും ചെയ്തു. തെളിവുള്ള ഒരു നല്ല പ്രഭാതമായിരുന്നു അത്. നിലത്ത് നല്ല പതുപതുപ്പ്. കൊഴിഞ്ഞു വീണ ഇലകളുടെ ഇടയിൽ മുഖം പൂഴ്ത്തി ഒരു നിമിഷം പോലും നിൽക്കാതെ ഇലകൾ മുകളിലേക്ക് പറത്തി അവ കളിച്ചുകൊണ്ടിരുന്നു. ആ കളി നിർത്താൻ അവ അശക്തരാണെന്ന് തോന്നി. ചാവി കൊഴുത്ത സ്പ്രിങ് പാവകളെ പോലെ അവ കൂത്താടി. ചെന്നായ്ക്കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. താമസിയാതെ അവരും ആ കളിയിൽ ചേർന്നു. ധ്യാൻക തോംചിക്കിന് ഒരടി കൊടുത്തിട്ട് ഓടിപ്പോയി പതുങ്ങിയിരുന്നു. വാ തോംചിക്, ചെന്നായ്ക്കൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നവൾ പറയുന്നത് പോലെ തോന്നി. അവിടെ ഉണ്ടായ ബഹളം ഒന്ന് കാണേണ്ടതായിരുന്നു. ധ്യാൻക അതിവേഗം ഓടി. സാങ്കറായി അവളെ പിന്തുടർന്നു. ലൂട്ട് തോംചിക്കിന്റെ വാലിൽ കടിച്ച് മലർത്തിയിട്ടു. തോംചിക്ക് പെട്ടെന്ന് തിരിഞ്ഞെന്ന് ലൂട്ടിനെ നിലത്ത് തിരിച്ചു മലർത്തിയിട്ടു. എന്നാൽ ലൂട്ടിനതിൽ പരിഭവമൊന്നുമില്ലായിരുന്നു. അവൾ ചാടി എണീറ്റ് ദേഹമൊന്ന് കുടഞ്ഞിട്ട് പൂർവാധിക ഉന്മേഷത്തോടെ വീണ്ടും കളി തുടങ്ങി. അതിനുശേഷം എല്ലാ ദിവസവും പട്ടികൾ തോട്ടത്തിലെത്തും.
ചിലപ്പോൾ ദിയാൻകയും തോംചിക്കും അവരോടൊപ്പം മുറ്റം വരെ വരാറുണ്ടായിരുന്നു. പട്ടികളും ചെന്നായ്ക്കളും വളരെ വേഗം ഉറ്റ ചങ്ങാതിമാരായി തീർന്നു. വളരെ അപൂർവമായി മാത്രമേ ചെന്നായ്ക്കളും പട്ടികളും തമ്മിൽ ഇങ്ങനെ സുഹൃത്ത് ബന്ധം വളർന്നു വരാറുള്ളൂവെങ്കിലും ഒരിക്കൽ ഒരു ചെന്നായിയും പട്ടിയും തമ്മിൽ കൂട്ടായാൽ അവ എന്നെന്നും കൂട്ടുകാരായിരിക്കും അത്രേ. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ വിവരിക്കാം, കേട്ടതാണേ. വടക്കൻ പ്രദേശത്തുള്ള ഒരു യക്കൂത്തുകാരൻ റെയിൻഡിയറുകളെയും കൊണ്ട് ഒരിടത്ത് താവളമുറപ്പിച്ചു. പറ്റത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് ശൗര്യമുള്ള ഒരു പെൺപട്ടി അയാൾക്കുണ്ടായിരുന്നു. ആ പട്ടി ഉണക്കമീൻ കടിച്ചെടുത്ത് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ദിവസം അയാൾ കണ്ടു. അയാൾ പട്ടിയുടെ പിന്നാലെ ചെന്നുവെങ്കിലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ദിവസവും പട്ടി മീൻ കാട്ടിലേക്ക് കൊണ്ടുപോവുക പതിവായി. ഇവൾ ഇത് തിന്നാതെ എവിടെ കൊണ്ടുപോകുന്നു? അയാൾ അത്ഭുതപ്പെട്ടു. ആ വസന്തത്തിൽ അപ്രതീക്ഷിതമായി പട്ടി പ്രസവിച്ചു. ഉടമസ്ഥന് സന്തോഷമായി. യക്കൂത്തുകാരായ റെയിൻഡിയർ വളർത്തുകാർക്ക് പട്ടിക്കുട്ടികളെ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. വടക്കൻ പ്രദേശത്ത് ഒരു നല്ല പട്ടിയെ കൊടുത്താൽ ഒരു റെയിൻഡിയറിനെ കിട്ടും. പട്ടിക്കുട്ടികൾ നല്ല ഇനമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശക്തിയും ഉറപ്പുമുള്ള ദേഹമായിരുന്നു അവയുടേത്. അവ അതിവേഗം വളരുകയും ചെയ്തു. താമസിയാതെ അയാൾ വേനൽക്കാലത്തെ മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്ന് താമസം മാറ്റാൻ തയ്യാറായി. സാമാനങ്ങളൊക്കെ കെട്ടി സ്ലഡ്ജിലിട്ട് അയാൾ യാത്ര പുറപ്പെട്ടു. പട്ടിയും പാതി വളർന്ന പട്ടിക്കുഞ്ഞുങ്ങളും അയാളുടെ പിന്നാലെ നടന്നു. പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെന്നായ തന്റെ ശ്വാന കുടുംബത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നതാണ് അയാൾ കണ്ടത്. അയാൾ തോക്കെടുത്ത് നിറയൊഴിക്കാൻ ഭാവിച്ചു എങ്കിലും പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്നതുകൊണ്ട് അയാൾ അത് ചെയ്തില്ല. പട്ടിക്കുട്ടികളുടെ പിതാവാണ് ഈ ചെന്നായി എന്നും അതിന് കൊടുക്കാനാണ് പെൺപട്ടി ഉണക്കമീൻ ദിവസേന മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നതെന്നും തൽക്ഷണം അയാൾക്ക് മനസ്സിലായി. അയാൾ തോക്ക് താഴെ വെച്ചു. ചെന്നായ് പട്ടികളോടൊപ്പം വേനൽക്കാല മേച്ചിൽ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ശൈത്യകാലമായപ്പോഴേക്കും ദിയാൻകയും തോംചിക്കും ഏതാണ്ട് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു. രോമങ്ങൾക്ക് കട്ടിയും നീളവും വെച്ചു. മുഖത്തിന്റെ ഇരുവശങ്ങളിലും കൃതാവ് പോലെ രോമം തഴച്ചു വളർന്നു. വാൽ രോമനിബിഡവും മാർദ്ദവുമുള്ളതായി. അവ നല്ല കരുത്തും വലിപ്പവുമുള്ള പട്ടികളുടേതിനേക്കാൾ വളർന്നു കഴിഞ്ഞു. ആദ്യത്തെ മഞ്ഞ് പൊഴിയുന്നതിന് മുൻപ് അവ മണ്ണ് തുരന്ന് താമസിക്കാനൊരു മാളമുണ്ടാക്കി. അത് വളരെ വലിയതായിരുന്നത് കൊണ്ട് പട്ടികളും ചിലപ്പോഴൊക്കെ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ചെന്നായ്ക്കൾക്കൊപ്പം ഉറങ്ങാറുണ്ടായിരുന്നു. പട്ടികളുമായുള്ള ഈ കൂട്ടുകെട്ട് ചെന്നായ്ക്കളുടെ സ്വഭാവം ചീത്തയാക്കി. കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ പട്ടികളാണ് അവയെ പഠിപ്പിച്ചത്. വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുമ്പോഴൊക്കെ ശിക്ഷ കിട്ടിക്കൊണ്ടിരുന്നതിനാൽ ആരും കാണാതെ അവ വേലി ചാടി ഞങ്ങളുടെ അയൽക്കാരന്റെ കോഴികളെ മോഷ്ടിച്ചു തുടങ്ങി. ഒരു ദിവസം അയൽക്കാരൻ അച്ഛനെ കാണാൻ വന്നു. ഒരു ചത്ത തുർക്കി കോഴിയെ അയാൾ കയ്യിൽ തൂക്കി പിടിച്ചിരുന്നു. ഞങ്ങളുടെ ചെന്നായ്ക്കുട്ടികളാണ് അതിനെ കൊന്നതെന്നും അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ വില കൊടുക്കണമെന്നും അയാൾ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അയാൾ താക്കീത് ചെയ്തു, ഇവയെ ഇനി എന്നെങ്കിലും എന്റെ മുറ്റത്ത് കാണാനിടയായാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അന്ന് തന്നെ ദിയാൻകെയും തോംചിക്കിനെയും തുടലിലിട്ട് പൂട്ടി. ഇനി അങ്ങോട്ടുള്ള ജീവിതം അത്ര സ്വതന്ത്രമോ സുഗമമോ ആയിരിക്കുകയില്ല. ഒരു ദിവസം രാവിലെ ഒരു കിന്നരപ്പെട്ടിക്കാരൻ ഞങ്ങളുടെ മുറ്റത്തെത്തി. അയാൾ നൃത്തത്തിനുള്ള ഒരു ഈണം വായിച്ചു. പെട്ടെന്ന് കളപ്പുരയുടെ പിന്നിൽ നിന്നും അസാധാരണമായ ഒരു പതിഞ്ഞ ശബ്ദം മേളത്തോടൊപ്പം ചേർന്നു. താമസിയാതെ മറ്റൊന്നുകൂടി അതിനോട് ചേർന്നു. കിന്നരിപ്പെട്ടിക്കാരനൊപ്പം പാടിയത് ഞങ്ങളുടെ ചെന്നായ്ക്കളായിരുന്നു. അവയുടെ പാട്ട് കേട്ടയുടനെ ചുറ്റുമുള്ള പട്ടികളും അവിടെ ഹാജരായി. അവയും തല പൊക്കിപ്പിടിച്ച് പല സ്ഥായിയിൽ പാട്ടു തുടങ്ങി. കിന്നരപ്പെട്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി തുടങ്ങി. താൻ വായിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാതെ 4 കാലുള്ള ആ ഗായകർക്ക് വേണ്ടി അയാൾ കിന്നരപ്പെട്ടിയുടെ പിടി തിരിച്ചുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ തന്നെ കിന്നരപ്പെട്ടിയിൽ നിന്നുള്ള സംഗീതം ആർക്കും കേൾക്കാൻ കഴിയുമായിരുന്നില്ല. സ്വതന്ത്രമായി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജന്തുക്കൾക്ക് അവയെ പൂട്ടിയിടുന്നതും ബന്ധനത്തിലാക്കുന്നതും ഒട്ടും രസിക്കുകയില്ല. അതുകൊണ്ട് ചെന്നായ്ക്കുട്ടികൾ സദാ ഓരിയിട്ടുകൊണ്ടിരുന്നു. നേരം സന്ധ്യയാകുമ്പോൾ അവ വിലാപഗാനം ആലപിച്ചു തുടങ്ങും. ചെന്നായ്ക്കളെ പോലെ ഓരിയിടാൻ ഞങ്ങളുടെ പട്ടികൾ പഠിച്ചുവെന്നും ചെന്നായ്ക്കൾക്ക് പട്ടികളെ പോലെ കുരയ്ക്കാൻ അറിയാമെന്നും ഇതിനോടകം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആദ്യം അച്ഛൻ അത് വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി.
ഒരിക്കൽ ദിയാൻക കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അച്ഛൻ അത്ഭുതപ്പെട്ടു പോയി. അത് തികച്ചും അസാധാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചെന്നായ്ക്കൾക്ക് ഉത്സാഹം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തുടലിൽ പിടിച്ചുകൊണ്ട് അവയെ പട്ടണത്തിന് പുറത്തുള്ള വയലുകളിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒഴിവു സമയം കിട്ടിയാൽ ഉടനെ ഞങ്ങൾ പട്ടണത്തിന് പുറത്തേക്ക് തിരിക്കും. ചെന്നായ്ക്കൾ അച്ചടക്കത്തോടെ ഞങ്ങൾക്കൊപ്പം നടന്നു. എങ്കിലും ഞങ്ങൾ അവയ്ക്ക് യോജിച്ച കൂട്ടുകാരായിരുന്നില്ല. ഞങ്ങൾ വളരെ വേഗം ക്ഷീണിക്കുമായിരുന്നു. അവയ്ക്ക് ഉത്സാഹം വർദ്ധിക്കുമ്പോഴേക്കും ഞങ്ങൾ തളർന്നിരിക്കും. വേണ്ടത്ര വ്യായാമം ലഭിക്കാതിരുന്നുകൊണ്ട് അവ അസ്വസ്ഥരായി തുടൽ പൊട്ടിക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിമുക്തരാകേണ്ടത് എങ്ങനെ എന്നവ പഠിച്ചു. തുടലിന്റെ അറ്റത്തുള്ള കൊളുത്ത് എങ്ങനെയെങ്കിലും അമർത്തി കഴുത്തു പട്ടയിൽ നിന്ന് തുടൽ വേർപെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സ്വതന്ത്രരാകുമ്പോഴൊക്കെ എല്ലാവരും ഓടി വന്ന് എന്നെ വിളിക്കും. എന്നെ മാത്രമേ അവ അനുസരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസത്തിലൊരിക്കൽ ആരെങ്കിലും വിളിച്ചു പറയും, ഓടിവാ ചെന്നായിക്കാരി, നിന്റെ പൊന്നുകുടങ്ങളെ പിടിച്ചു കെട്ട്. പുതുവത്സര പിറവിയുടെ തലേന്ന് ആരോ വിളിച്ചു പറഞ്ഞു, തോംച്ചിക്ക് തുടലൂരി അയൽവക്കത്തെ മുറ്റത്തെത്തി. ഞാൻ കോട്ടോ തൊപ്പിയോ എടുക്കാതെ തോട്ടത്തിലൂടെയുള്ള കുറുക്ക് വഴിയെ അടുത്ത വീട്ടിലേക്ക് ഓടി. ശൈത്യകാലത്ത് തോട്ടത്തിൽ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടറ്റം മഞ്ഞ് കുമിഞ്ഞുകൂടിയിരുന്നു. തോംച്ചിക്ക് അയൽവക്കത്തെ മുറ്റത്ത് നിൽക്കുന്നത് വേലിക്കിടയിലൂടെ ഞാൻ കണ്ടു. തോക്കുമെടുത്തുകൊണ്ട് അയൽക്കാരൻ ഇതിനകം പുറത്തെത്തിക്കഴിഞ്ഞു. നിൽക്കൂ, ഞാൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞാൻ അവനെ ഉടനെ പിടിച്ചു പൂട്ടാം. വെടിവെക്കരുതേ. അയൽക്കാരൻ തോക്കുയർത്തി വെടിവെക്കുന്നത് കണ്ട് എൻ്റെ ശബ്ദം പതറി. തോംച്ചിക്ക് മരിച്ച് നിലം പതിച്ചു. ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. തുടൽ അയൽക്കാരൻ്റെ നേർക്കെറിഞ്ഞുകൊണ്ട് ഞാൻ അയാളുടെ കോട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നോക്കൂ, എന്താണെന്ന് നോക്കൂ. ആളുകൾ ഓടിക്കൂടി. എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ മഞ്ഞിൽ പടഞ്ഞിരുന്ന് തോംച്ചിക്കിൻ്റെ നിർജീവമായ ശിരസ് മടിയിൽ വെച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. വീട്ടിലെത്തിയത് എങ്ങനെയെന്നോ തോംച്ചിക്കിനെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവന്നുവെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. വൈകുന്നേരമായപ്പോഴേക്കും എനിക്ക് തീരെ സുഖമില്ലാതായി. ജ്വരം കലശലായി. തുടർന്ന് 2 മാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു. തോംച്ചിക്കിന്റെ കുസൃതി തന്നെ അവന്റെ ജീവനെടുത്തു. ദിയാൻക ഒറ്റപ്പെട്ടോ? എന്താകുമെന്ന് നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തിൽ അടുത്ത ദിവസം കേൾക്കാം.